നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഓരോ മാതാപിതാക്കളും സ്വന്തം പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് വളരെയധികം ആവലാതിയോട് കൂടിയാണ് ഇന്നത്തെ കാലത്ത്. സുരക്ഷിതമായി സ്നേഹത്തോടെ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും കൊടുക്കാതെ വളരെ സന്തോഷത്തോടു കൂടി നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന പെൺമക്കൾ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ വിവാഹത്തിന് നിർബന്ധിതരായി തീരുകയായിരുന്നു. കുട്ടികളുടെ ചിന്താശേഷിയൊന്നും വിവാഹത്തിനോട് അടുത്ത് വരുന്നില്ല എങ്കിൽ പോലും വിവാഹം എന്നതൊരു ബാധ്യത പോലെ, മാതാപിതാക്കളുടെ ഒരു ബാധ്യത തീർക്കലായി പെൺമക്കളെ വീട്ടിൽ നിന്നും വിവാഹം കഴിച്ചയക്കുന്നത് ഒരു ബാധ്യത പോലെയാണ് കേരളത്തിലെ ജനത കാണുന്നത്. 18-21 വയസ്സ് അതിനും മുകളിൽ വിവാഹം കഴിഞ്ഞു പോകുന്നത് ഇന്നും നിയമങ്ങളൊക്കെ ശക്തമാണെങ്കിലും ഇന്നും തുടരുന്ന കഥകളാണ്. വിവാഹത്തിന് മുൻപ് എങ്ങനെയായിരുന്നോ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നത്, അതിൻ്റെ വിപരീത ഫലത്തോടു കൂടി ചെന്ന് കയറുന്ന വീട്ടിൽ കഴിയേണ്ട സാഹചര്യങ്ങളിൽ പലപ്പോഴും പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെയധികം വേദന നിറഞ്ഞ അനുഭവങ്ങളാണ്. സ്വന്തം വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി വളർന്നു വരുന്ന പെൺകുട്ടികൾ നല്ല വിദ്യാസമ്പന്നരാണെങ്കിൽ പോലും ചെന്ന് കയറുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ അത് പല രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും പെൺമക്കളെ, മകൻ്റെ ഭാര്യമാരെ, മരുമക്കളെ കാണുന്നത് അതിൻ്റേതായ യഥാർത്ഥ രീതിയോടുകൂടി ആയിരിക്കണമെന്നില്ല. എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിലൊക്കെ നിറയുന്നത് പലതരത്തിലുള്ള പീഡന കഥകളാണ്. ഇന്നത്തെ യുവതലമുറ അതുകൊണ്ട് തന്നെ വിവാഹം എന്നത് നിർബന്ധമുള്ളൊരു കാര്യമേ അല്ല, അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടിമയായി ഒരു വീട്ടിൽ ചെന്ന് കയറി അവിടുത്തെ പണികളൊക്കെ ചെയ്ത് അവിടെ ഒരു വേലക്കാരിക്ക് സമാനമായ ജീവിതം നയിക്കാൻ, അവിടുത്തെ സർവ്വ ബാധ്യതകളും തലയിലെടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്നത്തെ പെൺകുട്ടികളും ഒരു വിഭാഗം ആൺകുട്ടികളും എന്ന് തന്നെ പറയാം. ഓരോ ദിവസം കഴിയുന്തോറും പലതരത്തിലുള്ള പീഡനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആർഭാടത്തോടു കൂടിയും ആഡംബരത്തോടു കൂടിയും ഒക്കെ ജീവിച്ചു പോന്നിരുന്ന പെൺമക്കൾ പോലും സ്ത്രീധനത്തിൻ്റെ പേരിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടത് തുടർക്കഥയാവുകയാണ്. ഉത്രയുടെ കൊലപാതകം അത്രയധികം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടതും ദാരുണമായതുമായിരുന്നു. പാമ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തി നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളതും വളരെ അധികം മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിച്ചിരുന്നതുമായ ഉത്രയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആ വീട്ടുകാരെ വളരെയധികം, കേരള ജനതയെ മൊത്തം വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൊലപ്പെടുത്തൽ, വളരെ തന്ത്രപരമായി പാമ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഉത്രയെ കൊലപ്പെടുത്തി. അതുപോലെ അതിസുന്ദരിയും നല്ല മിടുമിടുക്കിയുമായിരുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു വിസ്മയ കിരൺകുമാറും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഇരു ഭവനങ്ങളിലും വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിതം മുൻപോട്ട് പോകേണ്ടിയിരുന്ന വിസ്മയയെ കിരൺകുമാർ ജോലിയിലിരിക്കെ തന്നെ വിസ്മയയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കൊലപ്പെടുത്തി എന്ന് തന്നെ പറയണം. വിസ്മയയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കിരൺകുമാറിന് നല്ല പങ്കുണ്ടായിരുന്നു. വളരെ പൊന്നുപോലെ നോക്കി വളർത്തിക്കൊണ്ടുവന്നിരുന്ന സുന്ദരിയായിട്ടുള്ള, വളരെ നിഷ്കളങ്കയും നല്ല എനർജറ്റിക്കുമായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയായിരുന്നു വിസ്മയ. വിസ്മയയുടെ മരണം ഇന്നും ആ കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല. പെൺമക്കൾ വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ്
ഭർത്താവിൻ്റെ വീട്ടിലും ജീവിക്കാൻ കഴിയാതെ വരുന്നത്? വിദ്യാഭ്യാസം നേടുന്നത് ഒരു ജോലി സമ്പാദനത്തിന് വേണ്ടി തന്നെയല്ലേ? മെച്ചപ്പെട്ട ജോലി ചെയ്ത് മെച്ചപ്പെട്ട കുടുംബ സാഹചര്യത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് ചെന്ന് കയറുന്ന വീട് നരകതുല്യമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും ഇങ്ങനെ അല്ല എന്ന് തന്നെ പറയണം. എങ്കിലും മെജോറിറ്റി വീടുകളിൽ ചെന്ന് കയറുന്ന മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നതല്ല. അവിടെയുള്ള മാതാപിതാക്കളെ സ്വന്തം മക്കളെ പോലെ കരുതിയാലും തിരിച്ചുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മക്കൾ അനുഭവിക്കുന്ന വേദനകൾക്കൊടുവിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതാണ് കണ്ടുവരുന്നത്. നിരവധിയായിട്ടുള്ള കേസുകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. കേരള ജനതയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഷൈനിയുടെയും മക്കളുടെയും മരണം ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനത്തിന് ഇരയായതിൻ്റെ തെളിവാണ്. ഗാർഹിക പീഡനം നടന്നതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു ഷൈനിയും മക്കളും. സ്വതന്ത്രമായി ജീവിച്ച് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും തലയിലെടുത്തു കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന പെൺമക്കൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുന്നതോടുകൂടി അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളും കൂടി പെൺകുട്ടികളുടെ തലയിലാകുന്ന സ്ഥിതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. സാമ്പത്തിക ഭാരം താങ്ങാനാകാതെ മറ്റിടങ്ങളിൽ നിന്ന് കടങ്ങൾ എടുത്തുകൊണ്ട് സാമ്പത്തികമായി വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസിക നിലയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പെൺമക്കളും അനുഭവിക്കുന്ന യാതനകൾ കേൾക്കാൻ സ്വന്തം കുടുംബങ്ങളിലെ മാതാപിതാക്കളെങ്കിലും തയ്യാറാകണം. പറയാൻ ആരുമില്ലാതെ കൂട്ടുകാരോട് എങ്ങനെ ഷെയർ ചെയ്യും? ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലല്ലോ എൻ്റെ ജീവിതം എന്നോർത്ത് നീറി കഴിയുന്ന എത്രയോ പെൺകുട്ടികളെ ഓരോ ഭവനങ്ങളിലും കാണാൻ കഴിയും. കുഞ്ഞുങ്ങളായി, അവരുടെ വിദ്യാഭ്യാസമായി, വീട്ടിലെ പണികളായി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് മിക്ക വീടുകളിലും പെൺമക്കൾ കഴിഞ്ഞുകൂടുന്നത്. ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ മനസ്സ് അറിയണം. ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഭർത്താക്കന്മാരും കൂടി ഇല്ല എങ്കിൽ ജീവിതം വളരെയധികം ദാരുണമായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന വണ്ണം ഇവർ ചെന്ന് അവസാനിപ്പിക്കുന്നത് സ്വന്തം ജീവൻ തന്നെയായിരിക്കും. മറ്റു പല ബന്ധങ്ങളിലേക്കും പെൺമക്കൾ ഒളിച്ചോടി പോകുന്നതിൻ്റെയും ഒരു കാരണം ഇതൊക്കെ തന്നെയായിരിക്കാം. തൻ്റെ കഴിയുന്ന ഭവനത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിലൊന്നും ആയിരിക്കില്ല പുറത്തുനിന്ന് കാണുകയും ഇടപെടുകയും ചെയ്യുന്ന മറ്റൊരാൾ. അവരോട് പെട്ടെന്നൊരു ആകർഷണം തോന്നുകയും ഇവരുടെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഇന്ന് കണ്ടും വരുന്നുണ്ട്. ഇതും മരണത്തിലും കൊലപാതകത്തിലുമൊക്കെയാണ് ചെന്ന് കലാശിക്കുന്നത്. ഇതുവഴി സ്വന്തം കുടുംബം തകരുന്നു, മക്കളുടെ ഭാവി തകരുന്നു. ഇതൊന്നും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്നതും കാണാം. പെൺമക്കൾ സ്വതന്ത്രരായി ജീവിക്കട്ടെ, അവർ വിദ്യാഭ്യാസം നേടട്ടെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കട്ടെ.